ഹായ് ഓൾ, നമസ്കാരം. ഞാൻ ജ്യോതിഷ്. ഇപ്പോൾ രാജ്യം മുഴുവൻ ഡിജിറ്റൽ റീസർവേയുടെയും സെൻസസിൻ്റെ പുറകോടുകയാണല്ലോ. നമ്മളിപ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ കയ്യിലുള്ള ലൊക്കേഷൻ മാപ്പ് വെച്ച് അതിൻ്റെ എക്സാക്ട് ബോർഡർ കണ്ടുപിടിക്കുക എന്നുള്ളത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ എല്ലാവരുടെയും കയ്യിലുള്ളത് ഒരു സാധാരണ ഒരു പ്ലോട്ട് മാപ്പോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സാറ്റലൈറ്റ് വ്യൂ മാത്രമാണ്. ഇതിനകത്തൊന്നും നമുക്ക് GPS കോർഡിനേറ്റ്സ് അവൈലബിൾ അല്ല. ഇത് വെച്ചിട്ട് നമുക്ക് ആ ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളതും അതിൻ്റെ എക്സാക്ട് ബോർഡർ കണ്ടുപിടിക്കുക എന്നുള്ളതും എല്ലാവരും ഫേസ് ചെയ്യുന്ന വലിയൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് ഈ GPS കോർഡിനേറ്റ്സ് ഇവിടെ അവൈലബിൾ ആയിരുന്നെങ്കിൽ മാപ്പ് വെച്ചിട്ട് പിന്നെയും കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു. ഇതിപ്പോൾ നമുക്ക് നമ്മുടെ മാപ്പ് തന്നെ, നമ്മുടെ മാപ്പ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് GPS ഇട്ടുകൊണ്ട് നമുക്കൊരു മാപ്പ് കിട്ടിയിരുന്നെങ്കിൽ എങ്ങനെ ഇരുന്നേനെ? വളരെ എളുപ്പമായിരുന്നു അല്ലേ? നമുക്ക് എന്ത് എളുപ്പമായിരുന്നു, ആ ബോർഡർ ക്രോസ് ചെയ്യുന്നതൊക്കെ നമുക്ക് പക്ക മനസ്സിലായി. അതിന് നമുക്കൊരു സിമ്പിൾ സൊല്യൂഷൻ കണ്ടെത്തിയാലോ? നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിലേക്കാണ്. പോയാലോ? ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന മാപ്പ് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. എല്ലായിടത്തും ഒരേപോലെയല്ല തന്നിരിക്കുന്നത്. ഇപ്പം നമുക്ക് കിട്ടിയ ഒരു സാമ്പിൾ ഓഫ് മാപ്പ് ഇതാണ്. നമുക്ക് ഈ ഏരിയ കണ്ടുപിടിക്കാനും ഇതിൻ്റെ അതിർത്തികൾ കണ്ടുപിടിക്കാനും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഇതൊരുപാട് പേര് അനുഭവിക്കുന്ന പ്രശ്നമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള, വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അത് ഡൗൺലോഡ് ചെയ്തു, ഗാലറിയിലോട്ടാക്കി. ഗാലറി പോയി. ഗാലറി പോകുമ്പോൾ നമുക്ക് ഇവിടെ ഉണ്ട്. ഇതിനെ എഡിറ്റ് ചെയ്യുക, ക്രോപ്പ് ചെയ്ത് നമ്മുടെ കറക്റ്റ് എക്സാക്ട്ലി മാപ്പ് മാത്രം മതി. നമുക്ക് അത് എഡിറ്റ് ചെയ്തു, സേവ് ചെയ്തു. ഇനി അടുത്ത നമുക്ക് വേണ്ടത് കസ്റ്റം മാപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ട് ഞാൻ കുറേ എണ്ണം ട്രൈ ചെയ്ത്, ഒരുപാട് ഇത് ട്രൈ ചെയ്തിട്ട് ഏറ്റവും ഈസി ആയിട്ട് എല്ലാവർക്കും അക്സസിബിൾ ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ ഇതിനകത്തൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതിനകത്തൊക്കെ PDF ഒക്കെ അപ്ലോഡ് ചെയ്യാൻ നമ്മൾ എക്സ്ട്രാ പേയ്മെൻ്റ് ഉള്ള വെർഷൻ എടുക്കണം. ഇതാകുമ്പോൾ ഫ്രീ ആണ്, എല്ലാവർക്കും അക്സസിബിൾ ആണ്. ഇപ്പോൾ കസ്റ്റം മാപ്പ് എന്ന് പറയുന്ന ആപ്പ് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. പ്ലേ സ്റ്റോറിൽ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്നാലും കസ്റ്റം മാപ്പ് കസ്റ്റം മാപ്സ് എന്ന് പറയുന്നത് ഇതിപ്പോൾ എൻ്റെ അതിനകത്ത് ഇൻസ്റ്റാൾഡ് ആണ് കിടക്കുന്നത്, കണ്ടില്ല? കസ്റ്റം മാപ്സ് ഇത് ഓപ്പൺ ചെയ്യുക. ഇതാണ് കസ്റ്റം മാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് ക്രിയേറ്റ് മാപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ. അപ്പം സെലക്ട് ഫസ്റ്റ് ടൈം മാപ്പ് ഇമേജ് ഫയൽ, ഇറ്റ് മസ്റ്റ് ബി എ PDF, JPG, PNG. നമ്മളിപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തത് ഒരു JPG ഫയലാണ്. അപ്പം അത് ഈ ഫസ്റ്റ് കിടക്കുന്നതാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് എടുത്ത് എഡിറ്റ് ചെയ്ത സ്ക്രീൻഷോട്ട്. സൂം കണ്ടറിയത്തില്ല, ഇതെടുക്കുക. ഡിസ്ക്രിപ്ഷൻ സെൻസസ് എന്നും പറഞ്ഞിട്ട് ഡിസ്ക്രിപ്ഷൻ എടുക്കുക. എന്നിട്ട് ഈ പ്ലസ് എന്നുള്ളതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഈ പ്ലസ് എന്നുള്ളതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ മാപ്പ് കിട്ടും. ഇതിനകത്ത് രണ്ട് സർക്കിൾസ് കിടക്കുന്നില്ലേ, അതാണ് അതിൻ്റെ സെൻട്രൽ പോയിന്റ്. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും എളുപ്പം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ലാൻഡ് മാർക്ക്, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഷേപ്പ്. അപ്പം നമുക്ക് ഇവിടെ റേഡിയോ പാർക്ക് എന്ന് കിടക്കണം. അതൊരു 4 കൂടിയ ജംഗ്ഷനാണ്. ഇത് അത്യാവശ്യം നല്ലൊരു ഇതാണ്. നമുക്കിതിങ്ങനെ ഇവിടെ കൊണ്ടുവെക്കുക, സെലക്ട് ചെയ്യാം. ഇത് ഇനി ചെയ്യേണ്ടത്, നമ്മൾ നോർമൽ മാപ്പിൽ പോയിട്ട് പോവുക. എന്നിട്ട് റേഡിയോ ആർക്ക്, ഇൻഡളയപ്പൻ ടെമ്പിൾ റോഡ് 3.5 കിലോമീറ്റർ ഇതായിരിക്കും. അപ്പം ഇതിൻ്റെ സാറ്റലൈറ്റ് വ്യൂ എടുക്കുക. അപ്പം നമുക്ക് ഏകദേശം ആ ലൊക്കേഷൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ മാപ്പിൽ വേണ്ട. കൈതക്കോട് ഇൻഡളയപ്പൻ ടെമ്പിൾ റോഡിനകത്ത് ഒരു 3 കൂടി ജംഗ്ഷനാണത്. രാധാകൃഷ്ണൻ രോഹിണി, ഇത് നമ്മൾ എവിടെ ആയിട്ട് വരും എന്നുള്ളത് കൈതക്കോട് എന്നുള്ളതിൻ്റെ തൊട്ടടുത്തായിട്ട് വരും. അത് ഏകദേശം ഒന്ന് മനസ്സിലാക്കി വെക്കുക എവിടാണെന്നുള്ളത്. എന്നിട്ട് നേരെ വീണ്ടും ഇതിൽ പോവുക. ഇതിനകത്ത് സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇതുണ്ട്. ഇത് സൂം ചെയ്തെടുക്കണമെങ്കിൽ സൂം ചെയ്തെടുക്കാം, മൈനസ് എടുക്കണമെങ്കിൽ ഇതെടുക്കാം, വിരൽ വെച്ച് സൂം ചെയ്യാം. നമ്മളിതാ നേരെ ഒരു പോയിന്റ് ഇതാ ഇവിടെ സെലക്ട് ചെയ്തു. മിസ്സാവാത്ത രീതി നമുക്ക് ഈ വരകളൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്യാൻ പറ്റും. അതായത് സെൻട്രൽ പോയിന്റ് മാർക്ക് ചെയ്യും. സെലക്ട് പോയിന്റ് എന്നുള്ളത് കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഈ സെലക്ട് ചെയ്ത പോയിന്റ്, ഇതിന്റെ നമുക്ക് മേളിൽ ട്രാൻസ്പെറൻസി കൂട്ടാം, കുറയ്ക്കാം. ട്രാൻസ്പെറൻസി കൂട്ടാം. ഈ സ്കെയിലിംഗ് എന്ന് പറയുന്നത് ഇത് വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ ഉള്ളതാണ്. റൊട്ടേറ്റ്, ഇതിന്റെ റൊട്ടേഷൻ, ഇതിന്റെ പൊസിഷൻ ഇങ്ങനെ മാറ്റാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരെ കൈതക്കോട് കണ്ടുപിടിക്കുക. പുത്തൂർ പവിത്രേശ്വരം കൈതക്കോട് എത്തി. കൈതക്കോട് എത്തിയിട്ട് കൈതക്കോടിന്റെ തൊട്ട് മേളിലായിരുന്നു ഇൻഡളയപ്പൻ ടെമ്പിൾ റോഡ്. ഏകദേശം നമുക്ക് കിട്ടാനുള്ള കൈതക്കോട് ഇൻഡളയപ്പൻ റോഡ് എത്തി. ഇവിടെയാണ് കൈതക്കോട് ഇൻഡളയപ്പൻ ടെമ്പിൾ. ഇവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. റൊട്ടേറ്റ് ചെയ്ത്
ട്രാൻസ്പെറൻസി ഇച്ചിരി ഇങ്ങനെ ആക്കിയാൽ നമുക്കത് ഏകദേശം സ്കെയിൽ വലുതാക്കാം. ട്രാൻസ്പെറൻസി കുറച്ചുകൂടെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴത്ത് നല്ലപോലെ കാണാം. കറക്റ്റ് എക്സാക്റ്റ് നമ്മളതിനെ റൊട്ടേറ്റ് ചെയ്യാം. എക്സാക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവെക്കാൻ പറ്റിയാൽ കറക്റ്റ് മാർക്ക്. ഏകദേശം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. അടുത്ത വേറൊരു പോയിന്റ്, രണ്ടാമത്തെ തൊട്ടിച്ചിരി ദൂരെയുള്ള കണ്ടുപിടിക്കാൻ എളുപ്പമുള്ളൊരു പോയിന്റ്, ഇത് കോടിൻ്റെപ്പം ടെമ്പിളിൻ്റെ തൊട്ടടുത്ത് ഈ ഒരു പോയിന്റ് നമുക്ക് ആ ഒരു ബോർഡറുള്ള പോയിന്റ് വേണം സെലക്ട് ചെയ്യാൻ. നമ്മുടെ മാപ്പിന്റെ ബോർഡറുള്ള പോയിന്റ് സെൻറ്റർ പോയിന്റ് നോക്കില്ല, സെലക്ട് പോയിന്റ് കൊടുക്കാണ്. ടെമ്പിൾ താണ്ടെത്തി ഒരു വട്ടം നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുണ്ട് ഒരു ഷേപ്പ്. ഈ ഒരു ഷേപ്പ് കണ്ടില്ല, ഒരു റൗണ്ട് ഷേപ്പ്, അത് നമ്മുടെ ഏകദേശം അവിടെ തന്നെ ഉണ്ട്. അത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക, സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പ്ലേസ് ചെയ്യുക. ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ട്രാൻസ്പെറൻസി കൂട്ടിയും കുറച്ചൊക്കെ നോക്കിയാൽ നമുക്ക് എക്സാക്ട് ലൊക്കേഷൻ ആണോ എന്ന് മനസ്സിലാവും. സ്കെയിൽ ഇച്ചിരി ചെറുതാക്കാനുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യിപ്പിക്കുക. എന്നിട്ട് പെർഫെക്റ്റ് മാച്ച് ചെയ്തിട്ട് അക്സെപ്റ്റ് ചെയ്യാം. ഇനി എക്സ്ട്രാ ഒരു പോയിന്റും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. 2 പോയിന്റിന്റെ ആവശ്യമുള്ളൂ, എന്നാലും എക്സ്ട്രാ ഒരു പോയിന്റും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു ഡൗട്ടും ഇല്ലാത്ത രീതി കുറച്ചുകൂടെ പ്രിസിഷൻ കൂടുതലായിരിക്കും, ആക്യുറസി കൂടുതലായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ മാപ്പിലുള്ള വേറെ ഏതെങ്കിലും പോയിന്റ്, ഇവിടെ എൻഡ് ചെയ്യുന്ന ഈ പോയിന്റ് ആയാലും ഈ പോയിന്റ് എടുക്കാം. നമുക്ക് സെലക്ട് പോയിന്റ് കൊടുക്കാം. ഈ പോയിന്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അക്സെപ്റ്റ് കൊടുത്തു, 3 പോയിന്റ് കൊടുത്തു, റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മാപ്പ് ഇവിടെ ലോഡായി കാണുന്നതാണ്. അതായത് ട്രാൻസ്പെറൻസി കുറച്ച് കൊടുക്കുന്നു. നമ്മുടെ മാപ്പ് കറക്റ്റ് ആയിട്ട് ലൊക്കേഷൻസ് ലൈൻസ് എല്ലാം മാച്ച് ആവുന്നുണ്ടെന്ന് മനസ്സിലാവും. പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് 3 പോയിന്റ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇത് സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മാപ്പ്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ മാപ്പായി മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമുക്കിനി സെൻസസിന് മാച്ച് ചെയ്യേണ്ടത്. ഇത് ആർക്കെങ്കിലും വേണ്ടി ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഷെയർ മാപ്പ് നമുക്ക് തന്നെ മിസ്സായി പോകാതിരിക്കാനും നമുക്ക് ഇന്ന് ഭാവിയിൽ എടുക്കാനും വേണ്ടിയിട്ട് നമുക്ക് വാട്സപ്പിൽ എടുത്തിട്ട് ജസ്റ്റ് വൺസ് നമ്മൾ കൊടുത്തിട്ട് നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇത് ഇവിടുന്ന് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡിഫോൾട്ടായിട്ട് കസ്റ്റം മാപ്പ് കൊടുത്തത് കൊണ്ടാണ് ഇതിപ്പോൾ ഡിഫോൾട്ടായി ഓപ്പൺ ആയത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് ചോദിക്കും, എന്നിട്ട് ഡിപ്ലോ എടുക്കുക, അവിടെ ഓപ്പൺ ആയി. നമ്മൾ ആ ലൊക്കേഷൻ നിൽക്കുമ്പോൾ പോയിന്റർ നേരത്തെ കാണിച്ചതുപോലെ പോയിന്റർ ഇതിനകത്ത് നമുക്കിനി അടുത്ത ലൊക്കേഷനിൽ ചെന്നിട്ട് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് അടുത്ത് നമുക്ക് കാണാം. നമ്മുടെ മാപ്പ് ഹൈലൈറ്റഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഓപ്പൺ ആക്കി ഡിസ്ക്രിപ്ഷൻ എന്തെന്ന് വെച്ചാൽ കൊടുക്കുക, സേവ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസർ നെയിം കൊടുക്കുക, കൺവീനിയൻ്റ് ആയിട്ടുള്ള. നമ്മുടെ ലൊക്കേഷൻ സാറേ കണ്ടില്ലേ, നമ്മുടെ പോയിന്റർ നമുക്കിവിടെ കാണാം. ലെഫ്റ്റ് സൈഡിൽ പോയിന്റർ മൂവ് ചെയ്യുന്നതാണ്. പോയിന്റർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിനനുസരിച്ച് ഡയറക്ഷൻ ആ പ്ലോട്ടിലോട്ട് എൻ്റർ ചെയ്യാൻ പോവാണ്. നമ്മൾ ആ പ്ലോട്ടിലോട്ട് എൻ്റർ ചെയ്യാൻ പോവാണ്. കണ്ടില്ലേ, നമ്മളിപ്പോൾ എക്സാക്ട് ലൊക്കേഷനിലോട്ട് എത്താറായി. കണ്ടില്ലേ, എന്ത് യൂസ്ഫുൾ ആണെന്ന് നോക്കി. നമ്മുടെ ലൊക്കേഷൻ ഈ കാണുന്നതാണ്. അതിനകത്തോട്ട് ബോർഡറിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മൾ ആ ലൊക്കേഷനിൽ എത്തിയത്. ആ വീട്ടിലോട്ട് ആ ബോർഡറിനകത്തുനിന്ന് നമ്മുടെ ലൊക്കേഷനകത്താണ് നമ്മൾ ആ ലൊക്കേഷനിൽ എത്തിയത്. ആ വീട്ടിലോട്ട് കയറുമ്പം നമുക്ക് മനസ്സിലാവും ആ ബോർഡറിനകത്തുനിന്ന് നമ്മൾ നമ്മുടെ ലൊക്കേഷനകത്തോട്ടാണ് കയറിയത്. കണ്ടില്ലേ, ആ റോഡ് ക്രോസ് ചെയ്ത് ഈ റോഡിൻ്റെ
ഇപ്പുറത്തെ സൈഡാണ് നമ്മൾ തിരിച്ചടക്കാണ് ഞാനിപ്പോൾ. കണ്ടില്ലേ ആ റോഡ്. ഈ റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് നമ്മൾ തിരിച്ചടക്കാണ് ഞാനിപ്പോൾ. ഈ റോഡാണിത് കാണിക്കുന്നത്. ഈ റോഡിൻ്റെ തിരിയുമ്പോൾ ഇപ്പുറത്തോട്ടും തിരിയുമ്പോൾ ഇതാണ് ലൊക്കേഷൻ. ഈ റോഡിൻ്റെ തിരിയുമ്പോൾ ഇപ്പുറത്തോട്ടും തിരിയുമ്പോൾ ഇതാണ് ലൊക്കേഷൻ. ഈ റോഡിൻ്റെ റൈറ്റ് സൈഡിലുള്ളതാണ് നമ്മുടെ സെൻസസ് എടുക്കേണ്ട ഏരിയ. ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ കണ്ടില്ല, റൈറ്റ് സൈഡിലുള്ളതാണ് നമ്മുടെ ലൊക്കേഷൻ. നമ്മൾ ആ വീട്ടിലോട്ട് എൻ്റർ ചെയ്യാം. ഈ റോഡിൻ്റെ റൈറ്റ് സൈഡിലുള്ളതാണ് നമ്മുടെ സെൻസസ് എടുക്കേണ്ട ഏരിയ. ഇതേപോലെ നിങ്ങളുടെ കയ്യിലുള്ള ഒരു മാപ്പിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സെൻസസ് എടുക്കാൻ പോകുമ്പോൾ ഇത് കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ മാപ്പിലെ യഥാർത്ഥ ലൊക്കേഷൻസ് വെച്ചിട്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ ഹൗസ് നമ്പേഴ്സ് ഇതേപോലെ ഇതൊരു റഫായിട്ട് മാർക്ക് ചെയ്തതാണ്, ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്കത് മാപ്പ് പ്രിപ്പയർ ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും. കറക്റ്റ് എക്സാക്റ്റ് പൊസിഷൻസ് നിങ്ങൾക്ക് കിട്ടും വീടിൻ്റെ. ഇതും വളരെ യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. മാക്സിമം ഉപകാരപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.